സിനിജി, ഇസ്രായേൽ ഇനി ഹിസ്ബുള്ളയുടെ നെഞ്ചത്ത് താണ്ഡവമാടുന്ന ദിവസങ്ങളാകും നമ്മൾ കാണാൻ പോകുന്നത്. അതായത് വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ള ലംഘിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു ലംഘനം നടത്തുമ്പോൾ അത് ഇസ്രായേൽ കൂടുതൽ കരുത്തോടെ ഇവരെ തിരിച്ചടിക്കാനുള്ള ഒരു കാരണം കൂടി അവിടെ സംജാതമാവുകയല്ലേ? ശരിക്കും ഹിസ്ബുള്ള ചോദിച്ച് മേടിക്കണമെന്ന് പറയണം. കാരണം 60 ദിവസത്തേക്ക് വെടിനിർത്തൽ കരാർ ഏർപ്പെടുകയാണ് ഈ ഇസ്രായേലും അതുപോലെ തന്നെ ലെബനനും തമ്മിൽ. എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഇനി ആക്രമണമൊന്നും ഉണ്ടാകില്ല എന്ന് ലെബനൻ ഉറപ്പ് നൽകുന്നു. ഒറ്റ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തി. എന്ന് പറഞ്ഞാൽ ലെബനൻ്റെ പല ഭാഗത്തും ഇപ്പോഴും ഹിസ്ബുള്ളയുടെ ആൾക്കാരൊക്കെ ഒളിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും നാൾ ഈ അമേരിക്ക ഇടപെട്ട് ഫ്രാൻസ് ഇടപെട്ട് യുദ്ധം ഒന്ന് തീർക്കാനായിട്ട് ശ്രമം നടത്തുന്നു. അങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു കരാറിലേക്ക് ഏർപ്പെട്ടത് അവിടുത്തെ മന്ത്രിസഭയുടെ എതിർപ്പിനെ മറികടന്നുണ്ടാവും. അതായത് അവിടുത്തെ ആഭ്യന്തരമന്ത്രി അടക്കം പറഞ്ഞിരുന്നു, എന്തിനാണ് ഹിസ്ബുള്ളയുമായിട്ട് നമ്മളിപ്പോൾ ഇത്തരം ഒരു ഒത്തുതീർപ്പിന് പോകുന്നത്? ലെബനുമായിട്ട് നമ്മൾ കരാറിൽ ഏർപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഏതാണ്ട് ഹിസ്ബുള്ളയൊക്കെ തീർത്തു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന ഹിസ്ബുള്ളയെ കരസൈന്യം അവിടേക്ക് കയറിയിട്ടുണ്ട്, തെരഞ്ഞു പിടിച്ച് കൊന്നു തീർക്കുക എന്നുള്ളതാണ്. എന്നിട്ടും ഈ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, അങ്ങനെയല്ല, അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, അല്ലെ അമേരിക്ക ഇടപെട്ടിട്ടുണ്ട്, നമ്മൾ തൽക്കാലം ഒന്ന് വെടിനിർത്താം. അപ്പോൾ 60 ദിവസത്തേക്ക് വെടിനിർത്തുന്നു. ലെബനിലേക്ക് കയറിയ ഇസ്രായേലിൻ്റെ സൈന്യം പതുക്കെ പിൻവാങ്ങുന്നു. ലെബനൻ ഹിസ്ബുള്ള ഇനി സഹായിക്കുന്നില്ല. ആ സമയം കൊണ്ട് ഹിസ്ബുള്ളക്കാരെല്ലാം ഈ പറയുന്ന അതിർത്തി വിട്ടുപോകുമെന്നാണ് കരുതിയത്. പക്ഷേ ഹിസ്ബുള്ള എന്താ ചെയ്തത്? ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് സിറിയയിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവന്ന് വീണ്ടും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നു. എന്ന് പറഞ്ഞാൽ ഇറാൻ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള സംശയം ഇപ്പോഴും ഉയർന്നു വരികയാണ്. എല്ലാ കാലത്തും ഹിസ്ബുള്ളയെ വളർത്തിയത്, പണം നൽകിയത്, ആയുധം നൽകിയത് ഒക്കെ ഇറാനായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ 40 വർഷമായി ഇറാൻ അവരുടെ ഓയിൽ വിറ്റ് കിട്ടുന്ന പണം, ഈ പണം മുഴുവൻ ഷിയ തീവ്രവാദം വളർത്താൻ വേണ്ടിയിട്ട് നിഴൽ സേനയെ മറ്റ് രാജ്യങ്ങൾ വളർത്തിയെടുക്കുക ചെയ്യുന്നത്. ലെബനൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സാമ്രാജ്യത്തിലേക്ക് ഈ പറയുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരവാദികളുടെ ഒരു സംഘത്തെ വളർത്തിയെടുക്കുന്നു. എന്നിട്ട് ഒരു ഭാഗം മുഴുവൻ തന്നെ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലാകുന്നു. അപ്പോൾ ഇത്രയും വർഷം ഇറാൻ നൽകിയ പണത്തിൻ്റെയും ആയുധങ്ങളുടെയും ഒക്കെ നന്ദി പ്രകടിപ്പിക്കാൻ എന്ന നിലയിൽ ഇറാൻ ഇപ്പോൾ ആക്രമിക്കാൻ ശക്തിയില്ല. അതുകൊണ്ട് നേരെ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നു. അപ്പം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അടുത്ത് പറഞ്ഞു, ബൈഡൻ പറയുകയാണ്, ഇനി നിങ്ങൾ ഈ ആക്രമണമൊക്കെ നിർത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഒരുപക്ഷെ ഉപരോധം ഉൾപ്പെടെ ഏർപ്പെടുത്തും. അപ്പോൾ ട്രംപ് ജനുവരി 20 പുതിയ പ്രസിഡൻ്റായിട്ട് സ്ഥാനം ഏറ്റെടുക്കാൻ വരുവാണ്. അപ്പോൾ ട്രംപ് വരുന്നതിന് മുമ്പ് ബൈഡൻ ഇടപെട്ട് ഈ പ്രശ്നം ഒന്ന് തീർക്കാനായിട്ട് ശ്രമിച്ചതാണ്. ഫ്രാൻസും അതിനുവേണ്ടി ചർച്ചകൾ നടത്തി. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ചോദിക്കട്ടെ, അല്ലെങ്കിൽ മന്ത്രിസഭയോട് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹു ജനങ്ങളിൽ ഉൾപ്പെടെ ഹിതപരിശോധന നടത്തിയപ്പോൾ ഏതാണ്ട് 34% ആളുകൾ മാത്രമേ വെടിനിർത്തലിനോട് യോജിച്ചിട്ടുള്ളൂ. എന്നിട്ടും നെതന്യാഹു അതിന് മുൻകൈ എടുത്തു. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളിപ്പോൾ തൽക്കാലം വെടിനിർത്തുന്നു, പക്ഷേ ഞങ്ങളെ ഒന്ന് ചൊറിയാൻ വന്നാൽ, വീണ്ടും അതിക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ ശക്തമായ തിരിച്ചടി കൊടുക്കും. അതല്ലേ നെതന്യാഹു പറഞ്ഞത്? ന്യായമില്ല അത് തീർച്ചയായും. കാരണം വെടിനിർത്തൽ കരാർ ലംഘിക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതി നിലനിൽക്കുമ്പോൾ തന്നെ ഹിസ്ബുള്ള ഇത്തരത്തിൽ വീണ്ടും ഇസ്രായേലിനെ ചൊറിയാൻ വന്നാൽ ഇസ്രായേലിന് വെറുതെ ഇരിക്കില്ല എന്ന് ഇതിനു മുൻപും ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളതാണ്, അത് കാണിച്ചിട്ടുമുള്ളതാണ്. ഇപ്പൊ ഏത് തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്? ഹിസ്ബുള്ള, ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം 60 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, കരാർ ഏർപ്പെടുന്നു. ലെബനൻ പറയുന്നു, ഇനി ഹിസ്ബുള്ളക്കാർ ആക്രമിച്ചാൽ ഞങ്ങൾ അവരുടെ ഡീറ്റെയിൽസ്, അവരെവിടെയാണുള്ളത്, അവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇസ്രായേൽ സൈന്യത്തിന് നൽകാം. മാത്രമല്ല ഈ ഹിസ്ബുള്ളയിൽ നിന്ന് പിടിച്ചെടുത്ത ലെബനൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്, അവിടെ ഇസ്രായേലിൻ്റെ സൈന്യം നിലയുറപ്പിച്ചോളൂ, പ്രശ്നമില്ല. ബാക്കിയുള്ള ഭാഗത്തുനിന്ന് ഇവർ പിന്മാറണം. അങ്ങനെ സംഭവിച്ചാൽ ലെബനനിൽ നിന്ന് ഓടിപ്പോയ ആൾക്കാരുണ്ട്, ലെബനീസ് പൗരന്മാർ, അവരെ തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് അവർക്ക് അവിടെ അധിവസിക്കാനുള്ള പുതിയ ബിൽഡിംഗ് ഒക്കെ നിർമ്മിച്ച് റീകൺസ്ട്രക്ഷൻ ഒക്കെ നടത്താം. അമേരിക്ക അതിന് സാമ്പത്തിക സഹായം ചെയ്യും. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ലെബനൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ അതിർത്തിയിലേക്ക് തുടർച്ചയായി, അതായത് വടക്കൻ ഇസ്രായേലിൻ്റെ മേഖലയിൽ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുമായിരുന്നു. ആ ഭാഗത്തുള്ള ഇസ്രായേലി ജനത അവിടുന്ന് മാറി ഒരു ടെൻറ്റിൽ, അതായത് അഭയാർത്ഥി ക്യാമ്പിലാണ് കഴിയുന്നത്, അവരെ മുഴുവൻ ഞങ്ങളും തിരിച്ചു കൊണ്ടുവരാം, അവിടേക്ക് ആക്രമണം നടത്തില്ലല്ലോ. ലെബനൻ പറഞ്ഞു, ഇല്ല. മാത്രമല്ല ലെബനിൽ ഒരു സുസ്ഥിരതയുള്ള, അല്ലെ സുസ്ഥിരമായ ഒരു സർക്കാരിനെ വാഴിക്കാൻ ഹിസ്ബുള്ള ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലും സഹായിക്കാമെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും ഈ കരാറിൽ ഏർപ്പെടുന്നു. ഈ സമയത്ത് രാത്രി സമയങ്ങളിൽ ഒളിച്ചിരുന്ന് ഹിസ്ബുള്ള വീണ്ടും റോക്കറ്റ് ആക്രമണം നടത്തുന്നു. അപ്പോൾ ഈ ലെബനനിലെ ഏതാനും വീടുകളിൽ ആയുധ സംഭരണശാലകളാക്കി നേരത്തെ തന്നെ ഹിസ്ബുള്ള മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഒഴിഞ്ഞു പോകാൻ പോവുകയാണല്ലോ, പോകുന്നതിന് മുമ്പ് എന്നാൽ തീർത്തിട്ട് പോകാം, ഇതാണ് ഹിസ്ബുള്ളയുടെ ചിന്ത. അപ്പോൾ ഒരു കരാറിൽ ഏർപ്പെടുന്നു, അന്താരാഷ്ട്ര തലത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു. അമേരിക്കയും ഫ്രാൻസുമാണ് മധ്യസ്ഥരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അമേരിക്ക, അതുപോലെ തന്നെ ഫ്രാൻസ്, ഇസ്രയേൽ, ലെബനൻ എന്നീ രാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട്, അല്ലെ അവരെ കളിയാക്കുന്ന രീതിയിലാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. അങ്ങനെ ആക്രമണം നടത്തണമെങ്കിൽ ഇവർക്ക് യാതൊരു നീതിയില്ല, നെറിയില്ല എന്നൊക്കെ നമ്മൾ കരുതേണ്ടി വരും. കാരണം എന്താ, വാക്ക് പാലിക്കുന്നതിനെ ലംഘിക്കുകയാണ്, മാത്രമല്ല കരാറിനെ ഉൾക്കൊള്ളുന്നില്ല.
അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമേരിക്ക കൂടി ഇപ്പൊ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഈ ഇപ്പൊ വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ ഒരുങ്ങിയത്? അതെ, അപ്പൊ ഇനി അമേരിക്കയുടെ ഒരു സമീപനം എങ്ങനെയായിരിക്കും? അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ് ഇനി അധികാരമേൽക്കാൻ എത്ര ദിവസമുണ്ട്? ഒരു 1.5 മാസം കഷ്ടിച്ച് അല്ലെ. ഈ 1.5 മാസത്തിനുള്ളിൽ ട്രംപ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ തീർത്തങ്ങ് ഹിസ്ബുള്ളയെ നിലംപരിശാക്കിയേക്കും. അങ്ങനെ സംഭവിച്ചാൽ ഹിസ്ബുള്ള ഒളിച്ചിരിക്കുന്ന അല്ലെ അവരിപ്പം ഒളിവിൽ പാർത്തിരിക്കുന്ന ലെബനൻ എന്ന് പറയുന്ന സാമ്രാജ്യം തന്നെ ഇല്ലാതാകും. അപ്പോൾ അവരുടെ ചിന്ത എന്താ? ലെബനൻ നശിച്ചോട്ടെ, എന്നാലും നമ്മൾ ഇവരെ ആക്രമിച്ചോളും. ഇതാണ് ഹിസ്ബുള്ളയുടെ ചിന്ത. അപ്പോൾ അമേരിക്ക ഇനി ഇതിനകത്ത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ബൈഡൻ ഉൾപ്പെടെ ഫ്രാൻസ് ഉൾപ്പെടെ പറയുകയാണ്. അപ്പോൾ ഫ്രഞ്ച് പ്രധാനമന്ത്രി മാക്രോൺ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഈ യുദ്ധം ഒന്ന് തീർത്തൊരു സമാധാന അന്തരീക്ഷം വരട്ടെ. ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അറബ് രാജ്യങ്ങൾ എന്ത് നിലപാടെടുക്കും? അപ്പോൾ അറബ് രാജ്യങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഈ സൗദി, അതുപോലെ തന്നെ ബഹ്റിൻ, അതുപോലെ തന്നെ UAE, ഖത്തർ, ആകെ ഖത്തർ മാത്രമാണ് ഈ ഹിസ്ബുള്ളയെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യും. ഇവരെല്ലാം പറയുന്നത് ഈ ഇസ്രായേലിനെ കൊണ്ട് ഈ തീവ്രവാദത്തെ തുടച്ചു മാറ്റാമല്ലോ. അപ്പോൾ അറബ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഈ ഇസ്ലാമിക തീവ്രവാദത്തോട് യാതൊരു താല്പര്യവുമില്ല. ആ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയും അതുപോലെ തന്നെ ടെക്നോളജി രംഗത്ത് അവർ വളരാനുള്ള ഒരു ശ്രമങ്ങളുമാണ് നടക്കുന്നത്. അതിന് വിഘാതം സൃഷ്ടിക്കുന്നത് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളുമാണ്. ഇതിൽ ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ചു. അവശേഷിക്കുന്ന ഹിസ്ബുള്ളയെ അടുത്ത് പറഞ്ഞേക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇസ്രായേലിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകണം. ഏതാണ്ട് 18 മൈൽ ദൂരത്തേക്ക് അവരെ മാറ്റാമെന്ന് ലെബനൻ സർക്കാരാണ് സമ്മതിച്ചത്. മാത്രമല്ല ലെബനീസ് ആർമിക്ക് ഇസ്രായേൽ ആർമി പരിശീലനവും നൽകും. ഒപ്പം ലെബനിലെ സാധാരണ ജനങ്ങളുണ്ടല്ലോ അവരെയും ആർമി അല്ലെങ്കിൽ ഈ പട്ടാളത്തിൻ്റെ പരിശീലനത്തിൽ ഉൾപ്പെടുത്തും. എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ ജനങ്ങളും ഒരു സൈന്യത്തിൻ്റെ ഭാഗമാകാൻ വേണം. ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം നമുക്കറിയാം. ഇസ്രായേലിലെ ഓരോ ജനവും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ഓരോ സോൾജിയറാണ്. അവിടെ നിർബന്ധിത സൈനിക സേവനമുണ്ട്. അപ്പോൾ അവിടെ ആണെന്നോ പെണ്ണെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ല. അവർ പറയുകയാണ് ഞങ്ങൾ ഈ പറയുന്ന രാജ്യസേവനം നടത്താൻ തയ്യാറാണ്. അപ്പോൾ അവർ അത്രയും വലിയ രാജ്യസ്നേഹികളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ ഇസ്രായേൽ സേന ആളുകളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ജനങ്ങളുടെ സേന വന്നോട്ടെ എന്ന് പറഞ്ഞാൽ അവരും വന്ന് ഈ പട്ടാള സേവനം ചെയ്യും. അപ്പോൾ അത് കണ്ടിട്ടാണ് ലെബനൻ പറയുന്നത് ഞങ്ങൾക്കും അത്തരത്തിലുള്ള പരിശീലനം നൽകണം. ഇസ്രായേൽ അതിന് സമ്മതിച്ചു. ഈ അമേരിക്ക ഇടപെട്ട് ഈ ഒത്തുതീർപ്പ് നടത്തി. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഈ ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോൾ ഒരു കരാറൊക്കെ ഉണ്ടാക്കി ഒരു 10-15 ദിവസത്തിനുള്ളിൽ വീണ്ടും ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ അതിനൊരു വ്യക്തതയുണ്ടല്ലേ. ഇതൊന്നുമില്ല, ഒരു ലോജിക്കും ഇല്ലാതെ ഉടൻ തന്നെ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഹിസ്ബുള്ളയെ തീർത്തേ പറ്റുള്ളൂ. ഹിസ്ബുള്ളയെ തീർക്കണമെങ്കിൽ ഇസ്രായേലും അമേരിക്കയും ആക്രമിക്കേണ്ടത് ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തെയാണ്. അപ്പോൾ ലെബനൻ എന്ന് പറയുന്ന രാജ്യം ഒരുപക്ഷെ ഭൂമുഖത്ത് തന്നെ അപ്രത്യക്ഷമാകും. ഇപ്പോൾ എന്താ പറ്റുന്നത്? ഹിസ്ബുള്ള ഈ ആക്രമണം നടത്തുമ്പോൾ ഹമാസും ചില ആക്രമണങ്ങൾ നടത്തുന്നു. അപ്പോൾ ഹമാസിൻ്റെ അവശേഷിക്കുന്ന പോരാളികൾ വീണ്ടും പ്രശ്നങ്ങൾ ഗാസയിലും മറ്റും ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ തൊട്ട് ഗാസയിലേക്ക് വീണ്ടും കനത്ത ആക്രമണം നടത്തി. ഒറ്റ ദിവസം കൊണ്ട് 30 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാ? ഹമാസും അതുപോലെ ഹിസ്ബുള്ളയാണ്. ഈ ഹമാസ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിലേക്ക് കടന്നു കയറി ഏതാണ്ട് 1500ഓളം പേരെ കൊല്ലുന്നു. 250ഓളം പേരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് ഒരാവശ്യവും ഇല്ലാതെ ഹിസ്ബുള്ള പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഹിസ്ബുള്ള എപ്പോഴും തീവ്രവാദ നിലപാടുകൾ മാത്രമാണ്. അവരുടെ ആവശ്യത്തിന് വേണ്ടിയല്ല അവർ ചെയ്യുന്നത്. ഇറാൻ പറയുന്നത് കേട്ടിട്ട് ഇവർ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തിരുന്നു? ഹിസ്ബുള്ളയുടെ മുഴുവൻ നേതാക്കളെയും പേജർ ഉപയോഗിച്ച് വോക്കിട്ടാക്കി ഉപയോഗിച്ച് എല്ലാത്തിനെയും കൊന്നു തീർത്താണ്. അപ്പോഴും അവശേഷിക്കുന്ന ആളുകൾക്ക് ഇനി രക്ഷപ്പെട്ട് വേറെ രാജ്യത്തേക്ക് പോകണ്ട. അവർ തീവ്രവാദം വളർത്താനായി നിശ്ചയിക്കപ്പെട്ട ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ജിഹാദികളാണ്. മരണത്തിലൂടെയാണ് അവർക്ക് സ്വർഗം കിട്ടുന്നത്. ഇതാണ് അവരുടെ ചിന്താഗതി. അപ്പോൾ അങ്ങനെയുള്ള ഹിസ്ബുള്ള വീണ്ടും വീണ്ടും അതിക്രമത്തിലേക്ക് മുന്നോട്ട് വരുന്നു. അപ്പം ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പറഞ്ഞത് ഇനി ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഈ പറയുന്ന കരാറിന് വിലയുണ്ടാകില്ല. ഈ പറയുന്ന ലെബനൻ പറയുന്ന സർക്കാരിൻ്റെ യാതൊരു നിലപാടുകളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അമേരിക്കയും ഫ്രാൻസിനെ പോലും ഞങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായ ആക്രമണം നടത്തും. ഇസ്രയേലിൻ്റെ മന്ത്രിസഭയും പറഞ്ഞ എന്തിനാ? ഹിസ്ബുള്ളയുമായിട്ട് ഒരു കാരണവശാലും നമ്മൾ ഒത്തുതീർപ്പിലേക്ക് പോകരുത്. സത്യത്തിൽ ഹിസ്ബുള്ളയുടെ ആൾക്കാരുമായിട്ടൊന്നും ഇവർ ചർച്ച നടത്തിയില്ല. നേരെ ലെബനുമായിട്ടാണ് ചർച്ച നടത്തിയത്. ലെബനൻ സർക്കാർ പറയുന്നു ഇനി ഹിസ്ബുള്ളയ്ക്ക് ഞങ്ങൾ ഒരു സ്ഥലവും കൊടുക്കില്ല. നേരത്തെ നമുക്കറിയാം ഹമാസ് ചെയ്യുന്ന ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ ഒളിത്താവളങ്ങളായിട്ടിട്ട് അവിടെ നിന്നാണ് ഈ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ള ലെബനിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വീടുകളിൽ ആളുകളെ ബന്ദികളാക്കി വെച്ചിട്ട് ആ വീടുകളെ ആയുധപ്പുരകളാക്കും. എന്നിട്ട് വീട്ടിനുള്ളിൽ നിന്നാണ് ഈ റോക്കറ്റ് വിക്ഷേപിക്കുന്നത്, മിസൈൽ വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല വീടുകളിലും ഇപ്പോഴും ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പല കെട്ടിടങ്ങളും തകരുമ്പോൾ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. കാരണം അവിടെയൊക്കെ ആയുധശേഖരമാണ്. മാത്രമല്ല ബങ്കറിനുള്ളിൽ അവശേഷിപ്പിക്കുന്ന ആയുധങ്ങളുണ്ടല്ലോ, അതായത് ഇറാൻ നേരത്തെ കൊടുത്ത ആയുധങ്ങൾ, അത് തോക്കുകളാകും, ഗ്രനേഡുകളാകും, റോക്കറ്റുകളാകും, ഇതൊക്കെ എവിടെയാണെന്ന് അവശേഷിക്കുന്ന ഹിസ്ബുള്ള പോരാളികൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് ഈ രാജ്യം വിട്ടുപോകാൻ പറഞ്ഞാൽ അവർ പോകുന്നില്ല. എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞ് അവർ നിൽക്കുന്നു. എന്നിട്ട് ഈ യുദ്ധമെല്ലാം അവസാനിപ്പിച്ചു, പ്രശ്നം തീർന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ സേന ലെബനനിൽ നിന്ന് പതുക്കെ പിൻവാങ്ങുന്നു. കരസേനയാണ്, ടാങ്കറുകൾ, ലോറി, അതല്ലേ വണ്ടിയിലെല്ലാം പിൻവാങ്ങും. ഈ പിൻവാങ്ങുന്ന സമയത്ത് റോക്കറ്റ് ആക്രമണം നടത്തിയാൽ ഈ സേനയ്ക്ക് നേരെ ചെന്ന് പതിക്കുന്നത്. അപ്പോൾ ഹിസ്ബുള്ള കാണിക്കുന്നത് നെറികേടാണ്.
ഈ നെറുകേടിന് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇസ്രയേലും അമേരിക്കയും എങ്ങനെ തിരിച്ചടി നൽകുന്നു എന്നാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത്. ശക്തമായ തിരിച്ചടി നൽകിയാൽ ലെബനൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതെയായി പോകും. അങ്ങനെയാണോ സംഭവിക്കേണ്ടതെന്ന് നമ്മൾ ഭയക്കുന്നു. അതെ, ലെബനൻ എന്ന രാജ്യത്തെ ആളുകളെ ദ്രോഹിക്കാൻ ഏതൊക്കെ തരത്തിൽ ഹിസ്ബുള്ള നടത്തുന്നല്ലേ? അതെ, അങ്ങനെയല്ല. ഹിസ്ബുള്ളനെ ശരിക്കും ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണം കൊണ്ട് നശിക്കുന്നത് ലെബനനിലെ ജനങ്ങളാണ്, നിരപരാധികളായ ജനങ്ങളാണ്. ഈ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയാണ് ഇവിടെ കുറെ പേർ കിടന്ന് കരയുന്നതും മെഴുകുന്നതും എന്ന് ആലോചിക്കുമ്പോഴാണ് പുച്ഛം തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ പോലും ഹിസ്ബുള്ള ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. എന്തായാലും ലെബനനിലെ സാധാരണക്കാരായ ജനങ്ങൾ അല്ലെ, വിദ്യാർത്ഥികൾ, ജോലി ചെയ്യുന്ന ആൾക്കാർ, ഗർഭിണികള്, നിരവധി പേരുണ്ട്. അപ്പൊ അവരുടെ ഒക്കെ ജീവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഹിസ്ബുള്ളയുടെ ഈ ഒരു നീക്കം അതൊരിക്കലും ലോകത്തിന് തന്നെ അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ്. അപ്പൊ ഇസ്രായേൽ അടിച്ചു തീർക്കുന്നേ തീർക്കട്ടെ എന്ന് അത്രേ ഉള്ളൂ.